ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ മാംഗോ പാൻകേക്കാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിലേക്ക് ഇനി ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ലേ, കുറഞ്ഞ അളവ് മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് നല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി വേണ്ടത് ഇതിലേക്ക് 1 കപ്പ് പാലാണ്. നല്ല തിക്കായിട്ടുള്ള പാലന്നെ എടുത്തോളൂ. അതുകൂടെ ചേർത്ത് അതിലേക്ക് അല്പം ഉപ്പ്, ഒരു ബാറ്ററിന് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദേൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് രണ്ടും കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണേ. ഇനി അതല്ല, നിങ്ങൾക്ക് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ നോക്കണം. ഇപ്പോൾ ഈ പാലും പൊടിയും മാത്രമാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അധികമായിട്ട് ഒഴിക്കണ്ട കേട്ടോ, വെള്ളം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു കളർ, ബാറ്ററിൻ്റെ കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ പെർമിറ്റഡ് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീഡിയോയ്ക്ക് കുറച്ച് ഭംഗി, ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തത് കേട്ടോ. കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇനി ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാനേ പാടില്ല നമ്മുടെ ഈ ഒരു ബാറ്ററിൽ കേട്ടോ. നല്ല സ്മൂത്തായിരിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ ചെറുതായി ഉരുക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്, 1 ടീസ്പൂൺ. ഇതിന് പകരം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. അത് നന്നായിട്ടൊരു ആ ബാറ്ററിന് ഒരു ഷൈനിങ് ഒക്കെ കിട്ടും നമുക്കത് ഉണ്ടാക്കി വരുമ്പോൾ. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തവയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണേ. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ഒരു ദോശ അതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നൈസായിരിക്കണം കേട്ടോ. പിന്നെ അധികം കട്ടിയില്ലാത്ത രീതിയിൽ തന്നെ വേണം നമ്മളൊന്ന് ചുട്ടെടുക്കാൻ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ആവി അതിലേക്ക് ഇറങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഒരുപാട് നേരം മൂടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങും കേട്ടോ. അങ്ങനെ ചെയ്യരുത്, കുറച്ച് നേരം മാത്രം. എന്നിട്ട് ഇതേപോലെ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് തുണി കൊണ്ട് വേണം മൂടി വെക്കാൻ. ഇതൊരിക്കലും പാത്രത്തിലേക്ക് വെച്ചിട്ട് വേറൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ തണുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ ഇതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുകയാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റും, ആദ്യത്തെ ഇതേപോലെ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കട്ടി കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത്. പാകത്തിനുള്ളതാണെങ്കിൽ ഓക്കെ, ഇല്ല എങ്കിൽ അതിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാവുന്നതാണ്. പിന്നെ ലൂസാക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ടൈം നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നതോറും നമ്മൾ ഉപ്പിൻ്റെയും അതുപോലെ ഒരു ചെറിയ മധുരത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. എപ്പോഴും വെള്ളം ഇടയുമ്പോൾ അതോടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ബാറ്ററിന് ടേസ്റ്റ് ഉണ്ടായിരിക്കണം, മെയിനായിട്ട് അതാണ്. അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം ഇതേപോലെ ഈ ഒരു ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അത് മാങ്ങ, പുളിയില്ലാത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. ഒട്ടും പുളി ഇല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അഥവാ കുറച്ചെങ്കിലും പുളി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയതും നീളത്തിലും 2 രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ, കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് ലുക്ക് വേറെ ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫാക്കി വെക്കണേ. ഒട്ടും ലൂസ് ആവാൻ പാടില്ല, നല്ല ടൈറ്റിൽ വേണം ഇരിക്കാൻ. അപ്പോഴേ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ദോശ നമ്മൾ തണുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ആണ് എടുത്ത് വെക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമും മാങ്ങയെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമനുസരിച്ച് അതിൻ്റെ ഫില്ലിങ് വെക്കാം. കുറച്ചധികം വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ദോശയുടെ ഒക്കെ വലിപ്പം അനുസരിച്ച് നമുക്കത് മടക്കി ഫോൾഡ് ചെയ്തെടുക്കും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം, പുറത്തേക്ക് പോകാൻ പാടില്ല ഒരു ഫില്ലിംഗ് ഒന്നും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിപ്പിംഗ് ക്രീമും മാങ്ങയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നീളത്തിലുള്ള ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 രീതിയിൽ കാണാൻ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 രീതി ചെയ്തെന്നേ ഉള്ളൂ.
ഇനി ഇത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഫില്ലിംഗ് ഒന്നും പുറത്തേക്കൊന്നും പോകരുത്, അതനുസരിച്ച് ഒന്ന് ടൈറ്റാക്കിയിട്ട് വെക്കണേ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ഇതേപോലെ റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ അതെ ഓരോന്നും ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നമുക്ക് ഐസ്ക്രീം വെച്ചും എടുക്കാൻ പറ്റും കേട്ടോ. ഐസ്ക്രീം നന്നായിട്ട് ഫ്രീസ് ചെയ്യണേ, അധികം ലൂസ് ആവാൻ പാടില്ല. അപ്പം വിപ്പിംഗ് ക്രീം ആയാലും ഐസ്ക്രീം ആയിട്ടുണ്ടെങ്കിലും ലൂസ് ആവരുതേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടില്ല. അപ്പോൾ ഐസ്ക്രീം ആയാലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് മടക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റും നല്ല വ്യത്യസ്തത തന്നെ കിട്ടും. ഇത് എങ്ങനെയായാലും തണുപ്പിച്ച് കഴിക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ ഒട്ടും ഈ ഒരു ദോശയ്ക്ക് പോലും ചൂട് പാടില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള. അതുകൊണ്ട് ഇത് തണുത്തൊരു ഡെസേർട്ടായിട്ട് കഴിക്കുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം വെച്ചിട്ടും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ അതാ ഞാൻ ഇവിടെ എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊരു തണുപ്പിക്കണം. ഏറ്റവും കുറഞ്ഞതൊരു 30 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഞാനിവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം എടുക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേവിടെ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു മാങ്ങ പീസുകളാക്കി വെച്ചില്ലേ, അതാണ് എടുക്കുന്നത് ആദ്യം തന്നെ. അതിലൊരു ലുക്കാണ് കേട്ടോ, അത് ഓരോന്നിനും ഓരോ ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒറ്റൊരു പീസാക്കി വെച്ചല്ലോ മാങ്ങ നീളത്തിൽ, അതുകൂടെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിന് വേറൊരു ലുക്ക്, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഒരു മാങ്ങാ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കിട്ടുന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. പറഞ്ഞ വിപ്പിംഗ് ക്രീം ബുദ്ധിമുട്ടാണെങ്കിൽ കിട്ടാൻ ഐസ്ക്രീം വെച്ചിട്ടും ചെയ്ത് നോക്കാം. ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, തണുപ്പിച്ച് തന്നെ കഴിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.